ഹലോ ഗൈസ്, ഞാൻ കുറേ ദിവസം കൂടിയിട്ടാണ് ഒരു വീഡിയോ ഇടുന്നത്. കാരണം ഞാനിപ്പോൾ വീട്ടിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ കണ്ടൻറ്റൊന്നും ഇല്ല. പക്ഷേ ഇന്ന് ഞങ്ങളിത് റെഡിയായി ഇങ്ങോട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞുമണീൻ്റെ ആനുവൽ ഡേ ആണിന്ന്. ഞാനും എൻ്റെ അക്കയും പഠിച്ച അതേ സ്കൂളിലാണ് കുഞ്ഞുമണീനും പഠിക്കുന്നത്, ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ വടകര. ഞാൻ ഈ സ്കൂളിൽ പോകുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. കാരണം ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട സ്കൂളും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചേഴ്സും ഉള്ളത് ഇവിടെയാണ്. കുഞ്ഞുമണിയുടെ ഡാൻസ് ഉണ്ട്, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ എല്ലാവരും, അമ്മയും ചേട്ടനും എല്ലാവരും വന്നിട്ടുണ്ട്. ഞാൻ പോയി കുഞ്ഞുമണീനെ നോക്കിയിട്ടോ. കുഞ്ഞുമണി റെഡി ആയിട്ടില്ല, അവിടെ റെഡി ആവാനായിട്ട് നിൽക്കുകയാണ്. അക്ക പി ടി എക്സിക്യൂട്ടീവ് ആയതുകൊണ്ട് അക്കിക്കൂടെ കുറേ പണിയുണ്ടായിരുന്നു. ഞാനും ശങ്കരനും കൂടി അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് നല്ലപോലെ പണി കിട്ടി. കാരണം അവിടെ പിള്ളേരെ എല്ലാവരും റെഡിയാക്കി പെറുക്കണതിൻ്റെ കൂടെ ഞാൻ ഹെൽപ്പ് ചെയ്തു കേട്ടോ. കാരണം നല്ല പാടാണ് ഇതുങ്ങളെല്ലാവരെയും മാനേജ് ചെയ്യാൻ. ഇതിൻ്റെ ഇടയ്ക്ക് ശങ്കരനെ അവർക്ക് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാം. കുഞ്ഞുമണിയും റെഡിയായി നിൽക്കുന്നതിൻ്റെ സന്തോഷത്തിലാട്ടോ. ഓരോ സ്റ്റേജും കാണുമ്പോൾ അച്ഛയും അമ്മയൊക്കെ ഭയങ്കര ഉണ്ടോ. പിന്നെ ഇവിടെ പിള്ളേരെല്ലാവരും ഒരുങ്ങി നിൽക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ട്. ഇവിടെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെഡിയായി നിൽക്കുന്നത്. ഒരു വിധത്തിലാണ് സാറുമാർ പറഞ്ഞാലൊന്നും കേൾക്കത്തൊന്നും ഇല്ല പിള്ളേർ. പക്ഷേ ഇതാണ് ഡാൻസർ അത് പിടിച്ച് നിർത്തി മേക്കപ്പ് ഒക്കെ ചെയ്ത അവന്മാരൊക്കെ ഒരുക്കി സ്റ്റേജ് കയറ്റി അടിപൊളിയായിട്ടാണ് പിള്ളേർ ഡാൻസ് കളിക്കുന്നത്. അത് എൻ്റെ കുഞ്ഞുമണി റെഡിയായി സുന്ദരിയായിട്ട് അവിടെ നിൽക്കുകയാണ്. പിന്നെ ഇവൻ സ്റ്റേജിൽ കയറാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. എന്താണെന്നറിയത്തില്ല, കുഞ്ഞുമണി സ്റ്റേജിൽ കയറുമ്പോൾ ഞാൻ കരയും, അക്കയും കരയും. അത് എന്താണെന്ന് അറിയത്തില്ല, അങ്ങനെയാണ് ഞങ്ങൾ നല്ലൊരു ബോണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് അവൻ്റെ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. പിടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നല്ല കരച്ചിൽ വരുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, തെറ്റിപ്പോവോ ഡാൻസ് ശരിയാക്കുമോ ഒക്കെ ഉള്ളതിൻ്റെ ടെൻഷനാണ്. പാവം എൻ്റെ കൊച്ച് നന്നായിട്ട് കളിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.